ഹായ് ഗൈസ്, വെൽക്കം ടു ആര്യ രാജ്. ഇന്നേ നമുക്ക് ഒരു പച്ചമുളക്, നല്ല കായ്ഫലം കിട്ടുന്ന ഒരു പച്ചമുളകാണ് കേട്ടോ. ആ പച്ചമുളക് എനിക്ക് കാച്ച് നിറയെ നിൽക്കുന്നത്, ഞാനതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നടണം. പിന്നെ ഒരു വെറൈറ്റി സാധനം പറിക്കാനുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരുമിച്ച് പറിക്കാവേ, പൊക്കളയരുത്. നല്ലൊരു സാധനമാണ്, അപൂർവമായി കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ആദ്യം നമുക്ക് പച്ചമുളക് നടാം. ഇതാ ഇവിടെയാണ് ഞാൻ നടാൻ പോകുന്നത്. ഇവിടെ ഞാൻ ചീര നട്ടിരുന്നതാണ് കണ്ടോ. ചീരയൊക്കെ പറിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മണ്ണിന് വലിയ ഉറപ്പ് ഇല്ല, നല്ല ഇളക്കമാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് കൊത്തി ഇളക്കിയിട്ട് കണ്ടോ, നല്ല മണ്ണിളക്കുണ്ട്. പച്ചമുളക് ഇവിടെ നമുക്ക് നടാം. ഈ ചീരത്തയ്യ കൂടെ തന്നെ അങ്ങ് നിന്നോട്ട്. പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റും. മണ്ണിളക്കി ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇവിടെ വെയിലില്ലാത്ത കണക്കാക്കണ്ട, ഇച്ചിരി കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും. ഇത് ചാര, ഞാനിവിടെ അടുപ്പ് കത്തിക്കുന്നതാണ് കേട്ടോ. ചോറും മീൻകറിയൊക്കെ ഞാൻ മിക്കവാറും അടുപ്പിലാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ആ ചാരം എല്ലാം വാരി വച്ചിരിക്കും. പിന്നെ കുറേ ചാരമൊക്കെ അപ്പം തന്നെ ഓരോ ചെടികളുടെ മൂട്ടിൽ കൊണ്ടിടാറുണ്ട്. എന്നാലും ആവശ്യത്തിന് ഇതുപോലെ ചെടി നടാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ എടുത്ത് വെച്ചിരിക്കണം. നല്ല ചാരം എന്നുവെച്ചാൽ വേറെ തരിയോ ഒന്നുമില്ല, നല്ല കത്തി അമർന്ന ചാരമാണ്. പച്ചമുളകായതുകൊണ്ട് ചാരം നല്ലതാണ്. ചാരവും ചാണകപ്പൊടിയാണ് നല്ലത്. പൊടിച്ച് കയറിയതിന് ശേഷം കോഴിക്കാരോ മറ്റു ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ മതി. ഒരു 5 മൂട് പച്ചമുളക് ഉണ്ടായിരുന്നാൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ഇവിടെ നിന്ന് പറിക്കാൻ സാധിക്കും. പച്ചമുളകിൽ ആണ് കൂടുതൽ വളം തളിക്കുന്ന, ജൈവ വളം. എന്നുവെച്ചാൽ ഈ പച്ചമുളക് കണ്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് 2 ദിവസം പുറത്ത് വെച്ചിരുന്നാൽ പിന്നെ അത് മൂട് അങ്ങ് അഴിവി ഞെട്ടങ്ങ് ഇളവി ഒരുമാതിരി അങ്ങായിപ്പോവും. അതുകൊണ്ട് അതൊക്കെ ഒരുപാട് കെമിക്കൽ തളിക്കുന്നത് കൊണ്ടാണ്. ഒരു 5 മൂട് ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും അത് പട്ട് വരുന്നതിന് മുമ്പ് അടുത്ത മൂട് നടണം. അങ്ങനെ നട്ട് വളർത്തിയാൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ഒരിടം പോകാൻ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഈ ട്രാ മുഴുവൻ ഉണ്ടായിരുന്നതാണ്, ഞാൻ അപ്പോഴപ്പോഴായിട്ട് എല്ലാ സ്ഥലത്തും ഇളക്കി നട്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതിനെ ഇവിടെ അങ്ങ് നടാം. ഇപ്പം എന്തെല്ലാം മുളകുകളാണെന്നുള്ളത്, പല 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 ഐറ്റം മുളകുകളല്ലേ. പല പല മുളകുകളാണ് ഇപ്പോഴത്തെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. എനിക്ക് ഒരു 6-7 ടൈപ്പ് പച്ചമുളകുകൾ ഇവിടെ ഉണ്ട്. കണ്ടതൊക്കെ 2 മൂട് വെച്ച് നട്ടു കൊടുക്കാം. ഇവിടെ ഇച്ചിരി കഴിയുമ്പോൾ നല്ല വെയിലാണ്. ഇപ്പൊ വെയിലില്ലാത്ത കണക്കാക്കണ്ട. നട്ട് കഴിഞ്ഞ് ഇനി ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കാം. നട്ട ഉടനെ നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ സാധനം പറിക്കാൻ പോവാ, വാ. ഞാൻ ഇപ്പൊ പറിക്കാൻ പോകുന്ന സാധനമേ എൻ്റെ സ്വപ്നമാണ്. പണ്ടൊക്കെ ഒത്തിരി ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ പഴയ വീട്ടിലൊരു മൂടുണ്ട്, പക്ഷേ ആ സാധനം എനിക്ക് കിട്ടാറില്ല. ഞാനിപ്പോൾ ഇവിടെ നട്ട് 2ാമത്തെ പ്രാവശ്യമാണ് കാച്ചത്. ആദ്യം കാച്ച് 2 എണ്ണം കാച്ച്, അത് കിട്ടിയില്ല, ഇല്ലാതായിപ്പോ. ഇപ്പോഴാണ് ആദ്യമായിട്ട്. അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ നിന്നെ അണിയിക്കാൻ താമര നൂലിന ഞാനൊരു താലി കോർത്തു വച്ചു. നീ വരുവോളവും പാടാതിരിക്കാം ഞാനതെടുത്തു
വച്ചു എൻ്റെ ഹൃത്തിലെടുത്തു വച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ സാധനം ഓർമ്മയും സ്വപ്നവുമാണ്. ഇതിനെ കാത്ത് കാത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. വിളഞ്ഞോ 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 എന്ന്. അതിലേക്ക് വേണ്ടി താമര നൂലെന്ന് പറയുമ്പോൾ താമരയും അടുത്ത് തന്നെ ഉണ്ട്. എൻ്റെ സ്വപ്നം ഇത് എനിക്ക് വലുതായി കാച്ചു കിട്ടി. ഇതിൻ്റെ ഫലം ഞാനിന്ന് ആദ്യമായിട്ട് പറിച്ചെടുക്കാൻ പോവുകയാണ്. കണ്ടോ എത്ര എണ്ണം കാച്ചെന്ന് നോക്കിയേ. 1 2 3 4 5 6 6 കാച്ചു കണ്ടോ. അതിലിപ്പോൾ 2 എണ്ണം നല്ല വിളഞ്ഞ് നിൽക്കുകയാണ്. ആ 2 എണ്ണത്തിന് ഞാനിപ്പോൾ അടർത്തിയെടുക്കാൻ പോവുകയാണ്. കാണിച്ചു തരട്ടെ. ചെറിയ മരം ആയതുകൊണ്ട് എനിക്ക് താഴെ നിന്ന് തന്നെ പറിക്കാൻ പറ്റും. എന്നാലും നേരെ താഴെ വെക്കത്തില്ല. ശകലം ഒന്ന് സാഹസം കാണിച്ചാലേ പറിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറിച്ചെടുക്കട്ടെ. ഈ ലാഡർ ഇങ്ങനെ വച്ചിട്ട് ഇവിടെ കൂടെ കയറി അതിന് ചരിച്ച് പറിക്കാം. അങ്ങനെ പറിക്കാൻ പറ്റത്തില്ല. താഴെ ഒന്നും പറ്റത്തില്ല. ഇത് കിണറ്റിന്റെ മേൽഭാഗമാണ്. ഇവിടെ കമ്പിയാണ് ഇട്ടിരുന്നത്. പക്ഷെ നെറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നെറ്റൊക്കെ ചെത്ത് പോയത് കാരണം ഞാൻ പറിച്ചിട്ടാൽ ചിലപ്പോൾ നെറ്റിൽ വീണ് അത് കിണറ്റിനകത്ത് പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കയറി പറിക്കുന്നത്. കണ്ടോ ശീമച്ചക്ക കണ്ട് നല്ല വിളഞ്ഞ്. ഒത്തിരി നാളുകൾക്ക് ശേഷം എനിക്ക് ഇപ്പോൾ ആദ്യമായിട്ടുള്ളതാ കറ വീഴുന്നതേ ഉള്ളൂ. കൊണ്ട് ഒരെണ്ണം കൂടെ വളഞ്ഞിട്ടുണ്ട്. അതിനെ കൂടെ അടർത്തി വെക്കുക. അത് ഇച്ചിരി മേളിലാണ്. കിണറ്റിനകത്ത് പോവോ എന്തോ നോക്കാം. അത് എൻ്റെ കയ്യിൽ തന്നെ കിട്ടി കേട്ടോ. അല്ല അങ്ങനെ ഇതാ 2 ചീമച്ചക്ക. എങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായോ? അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബൈ.